ഹേ ഗൈസ്, വെൽക്കം ബാക്ക്. ഞാൻ ദിവ്യ. 2010 സെപ്റ്റംബർ 3-ാം തീയതി UPS എയർലൈൻസിൻ്റെ കാർഗോ വിമാനം 32,000 അടി ഉയരത്തിൽ വെച്ചിട്ട് ഒരു എമർജൻസി ഡിക്ലെയർ ചെയ്തു. വിമാനത്തിനകത്ത് തീ പടർന്നിരിക്കുന്നു. കോക്പിറ്റിനകത്ത് കനത്ത പുകയും കാരണം എയർക്രാഫ്റ്റിന് എന്താണ് സംഭവിക്കുന്നത്, അല്ലെങ്കിൽ എയർക്രാഫ്റ്റിൻ്റെ എക്യുപ്മെൻറ്റ്സിൻ്റെ റീഡിങ്സോ അല്ലെങ്കിൽ എക്യുപ്മെൻറ്റ്സോ ഒന്നും തന്നെ കാണാൻ ക്യാപ്റ്റനും ഫസ്റ്റ് ഓഫീസറിനും സാധിക്കുന്നുണ്ടായിരുന്നില്ല. സെക്കൻഡുകൾക്ക് ശേഷം ക്യാപ്റ്റൻ്റെ ഓക്സിജൻ ഫ്ലോ നിലയ്ക്കുകയും അദ്ദേഹം ബോധരഹിതനാവുകയും ചെയ്തു. വെറും 77 മണിക്കൂർ മാത്രം ഫ്ലൈ ചെയ്ത എക്സ്പീരിയൻസ് ഉള്ള ഫസ്റ്റ് ഓഫീസർ മാത്രമായിരുന്നു കോക്പിറ്റിലുണ്ടായിരുന്നത്. അദ്ദേഹത്തിൻ്റെ അവസ്ഥയും അതുതന്നെയായിരുന്നു. പുക കാരണം ഒന്നും കാണാൻ സാധിക്കുന്നില്ല. എയർക്രാഫ്റ്റിൻ്റെ കൺട്രോൾസ് ഒന്നൊന്നായി നിലയ്ക്കാൻ തുടങ്ങി. എയർക്രാഫ്റ്റ് ഫ്ലൈ ചെയ്ത് താഴെ ഇറക്കാൻ വേണ്ടി ഫസ്റ്റ് ഓഫീസർ ട്രൈ ചെയ്തെങ്കിൽ പോലും അദ്ദേഹത്തിന് അത് സാധിച്ചില്ല. ദുബായ് എയർപോർട്ടിന് മുകളിലൂടെ ഫ്ലൈ ചെയ്തു പോയ വിമാനം അതിനടുത്തുള്ള ഒരു മരുഭൂമിയിൽ തകർന്നു വീഴുകയായിരുന്നു. ഈ എയർക്രാഫ്റ്റിൽ നിന്നും ഫസ്റ്റ് ഓഫീസറോ ക്യാപ്റ്റനോ ആരും തന്നെ രക്ഷപ്പെട്ടിട്ടുണ്ടായിരുന്നില്ല. എങ്ങനെയാണ് ഇത്രയും വലിയ എയർക്രാഫ്റ്റ് ഇങ്ങനെ ഒരു അപകടത്തിൽപ്പെട്ടത്? ഇന്നത്തെ വീഡിയോ UPS എയർലൈൻസ് ഫ്ലൈറ്റ് നമ്പർ 6നെ പറ്റിയിട്ടുള്ളതാണ്. ഈ വീഡിയോ നേരത്തെ ചെയ്തിട്ടുള്ളതാണ്, എന്നാൽ അനിമേഷനോട് കൂടി ഒന്നുകൂടെ ചെയ്യുന്നതേ ഉള്ളൂ. ഈ ചാനൽ ആദ്യമായിട്ട് കാണുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. വീഡിയോ കാണാം. അമേരിക്കൻ ഷിപ്പിംഗ് കമ്പനിയായ യുണൈറ്റഡ് പാഴ്സൽ സർവീസിൻ്റെ എയർ ഡിവിഷനാണ് UPS എയർലൈൻസ്. UPS എയർലൈൻസ് ഫ്ലൈറ്റ് നമ്പർ 6 അന്ന് ലാൻഡ് ചെയ്യുന്നത് ഹോങ്കോങ്ങിൽ നിന്നുമാണ്. ദുബായിൽ ലാൻഡ് ചെയ്ത എയർക്രാഫ്റ്റ് പിന്നീട് പോകേണ്ടത് ജർമ്മനിയിലേക്കാണ്. ഈ എയർക്രാഫ്റ്റ് ഒരു കാർഗോ വിമാനമാണ്. അതുപോലെ തന്നെ ബോയിങ് 747-400F എന്ന വേർഷനാണ് അന്ന് UPS എയർലൈൻസ് യൂസ് ചെയ്തത്. ഈ എയർക്രാഫ്റ്റിൻ്റെ അകത്തുണ്ടായിരുന്നത് 32 കാർഗോ പാലറ്റ്സ് ആണ്. അതിൽ 6 എണ്ണം ദുബായിൽ അൺലോഡ് ചെയ്തതിന് ശേഷം റീപ്ലേസ് ചെയ്തു. ബാക്കിയുള്ളതെല്ലാം തന്നെ ജർമ്മനിയിലേക്കുള്ള കാർഗോയാണ്. എയർക്രാഫ്റ്റിനകത്ത് അന്ന് കൂടുതലും ക്യാരി ചെയ്തിരുന്നത് ലിഥിയം ബാറ്ററീസ് ആണ്. ലിഥിയം ബാറ്ററീസ് എന്ന് പറയുമ്പോൾ നമ്മുടെ മൊബൈൽ ഫോൺസിൽ യൂസ് ചെയ്യുന്നത്, ലാപ്ടോപ്പിൽ യൂസ് ചെയ്യുന്നത്, ഇലക്ട്രിക് വെഹിക്കിളിൽ യൂസ് ചെയ്യുന്ന ബാറ്ററീസ്, അങ്ങനെ ഒരുപാട് രീതിയിലുള്ള പല ടൈപ്സ് ബാറ്ററീസ് ആണ് അന്ന് എയർക്രാഫ്റ്റിൽ ക്യാരി ചെയ്യുന്നത്. ഏകദേശം 400 കിലോ ലിഥിയം മെറ്റൽ ബാറ്ററീസും 2 ടണ്ണോളം ലിഥിയം അയൺ ബാറ്ററീസും അന്ന് എയർക്രാഫ്റ്റിൽ ക്യാരി ചെയ്യുന്നുണ്ട്. എന്നാൽ ഇതൊന്നും തന്നെ പ്രോപ്പറായിട്ട് ലേബൽ ചെയ്തിരുന്നില്ല, അതുപോലെ പ്രോപ്പറായിട്ട് മാർക്ക് ചെയ്തിരുന്നില്ല. അതുകൊണ്ട് തന്നെ എയർക്രാഫ്റ്റിൻ്റെ അപകടം സംഭവിച്ചതിന് ശേഷം എത്ര കാർഗോയിൽ എത്ര അയൺ ബാറ്ററീസ് ഉണ്ടായിരുന്നു അല്ലെങ്കിൽ ലിഥിയം ബാറ്ററീസ് ഉണ്ടായിരുന്നു എന്നുള്ളതിന് കൃത്യമായ തെളിവൊന്നും തന്നെ ഇൻവെസ്റ്റിഗേറ്റേഴ്സിന് ലഭിക്കുകയുണ്ടായിരുന്നില്ല. ഹോങ്കോങ്ങിൽ നിന്നും വന്ന സമയത്ത് തന്നെ പ്രോപ്പറായിട്ട് ഇത് ലേബൽ ചെയ്തിട്ടുണ്ടായിരുന്നില്ല. അതുമാത്രമല്ല, ലിഥിയം ബാറ്ററീസ് വരുന്നത് ഡേഞ്ചറസ് ഗുഡ്സിൻ്റെ 9 എന്ന ക്ലാസിഫിക്കേഷനിലാണ്, മിസലേനിയസ് എന്ന് പറയുന്ന ഒരു ക്ലാസിഫിക്കേഷനിൽ. അതിൽ എല്ലാ ഐറ്റംസും പ്രോപ്പറായിട്ട് ലേബൽ ചെയ്യണം എന്ന ഇൻസ്ട്രക്ഷൻ തന്നെ ഉണ്ട്. എങ്കിൽ പോലും അതൊന്നും തന്നെ ഇവിടെ പാലിക്കപ്പെട്ടിരുന്നില്ല. ഇത്രയും ലിഥിയം ബാറ്ററീസ് എങ്ങനെയാണ് എയർക്രാഫ്റ്റിൽ ലോഡ് ചെയ്തത് എന്ന് പോലും ഇൻവെസ്റ്റിഗേറ്റേഴ്സ് പിന്നീട് അതിശയിക്കുകയുണ്ടായി. എന്നാൽ ആ സമയത്ത് ലിഥിയം ബാറ്ററീസ് ക്യാരി ചെയ്യുന്നതിന് കൂടുതൽ നിയന്ത്രണങ്ങളൊന്നും തന്നെ ഉണ്ടായിരുന്നില്ല. എന്നാൽ ഈ ലിഥിയം ബാറ്ററീസിന് വലിയൊരു പ്രത്യേകതയുണ്ട്. ഇത് പെട്ടെന്ന് ചൂട് പിടിക്കുകയും കത്ത് പിടിക്കുകയും ചെയ്യും. ഈ ഒരു ബാറ്ററി കത്ത് പിടിച്ചു കഴിഞ്ഞാൽ അതിനടുത്തുള്ള ബാറ്ററിയിലേക്ക് വളരെ പെട്ടെന്ന് തീ പടരുകയും ചെയ്യും. അതാണ് ലിഥിയം ബാറ്ററീസിൻ്റെ പ്രത്യേകത. അന്ന് എയർക്രാഫ്റ്റിൽ ഉണ്ടായിരുന്നത് 2 പൈലറ്റ്സ് ആണ്, ക്യാപ്റ്റനും ഫസ്റ്റ് ഓഫീസറും. ക്യാപ്റ്റൻ ഏകദേശം 48 വയസ്സുള്ള 11,000 ഫ്ലൈയിങ് അവേഴ്സ് കംപ്ലീറ്റ് ചെയ്തിട്ടുള്ള ഒരു പൈലറ്റാണ്. അദ്ദേഹത്തിന് ഏകദേശം 5,500 മണിക്കൂറോളം ബോയിങ് 747 വിമാനത്തിൽ തന്നെ എക്സ്പീരിയൻസ് ഉണ്ട്. ഫസ്റ്റ് ഓഫീസർ 38 വയസ്സുള്ള പൈലറ്റാണ്. അദ്ദേഹത്തിന് ഏകദേശം 5,000 മണിക്കൂർ കൂടുതൽ ഫ്ലൈയിങ് എക്സ്പീരിയൻസ് ഉണ്ട്. എന്നാൽ വെറും 77 മണിക്കൂർ മാത്രമാണ് അദ്ദേഹം ബോയിങ് 747 വിമാനം ഫ്ലൈ ചെയ്തിട്ടുള്ളത്. വളരെ കുറഞ്ഞ എക്സ്പീരിയൻസ് മാത്രമാണ് ബോയിങ് 747 വിമാനം ഫ്ലൈ ചെയ്ത് ഫസ്റ്റ് ഓഫീസറിനുള്ളത്. ഇവർ രണ്ടുപേരുമാണ് അന്ന് ദുബായിൽ നിന്നും ജർമ്മനിയിലേക്ക് ഈ എയർക്രാഫ്റ്റ് ഓപ്പറേറ്റ് ചെയ്യുന്നത്. അന്നത്തെ എയർക്രാഫ്റ്റിൽ മറ്റൊരു ടെക്നിക്കൽ ഫോൾട്ട് കൂടി ഉണ്ടായിരുന്നു. എയർക്രാഫ്റ്റിൽ 3 AC പാക്ക് ഉള്ളതിൽ ഒരെണ്ണം വർക്ക് ചെയ്യുന്നുണ്ടായിരുന്നില്ല. AC പാക്ക് 1 ആണ് വർക്ക് ചെയ്യാത്തത്, 2, 3 വർക്ക് ചെയ്യുന്നുണ്ട്. എന്നാൽ ഇത് റീസെറ്റ് ചെയ്താൽ പ്രശ്നം പരിഹരിക്കാമെന്ന് പൈലറ്റ്സിന് അറിയാമായിരുന്നു. അതുകൊണ്ട് തന്നെ അത് വലിയൊരു കാര്യമായിട്ട് അവർ എടുക്കുകയും ചെയ്തില്ല. അങ്ങനെ എയർക്രാഫ്റ്റിൽ ലോഡിംഗ് എല്ലാം നടക്കുകയാണ്. എയർക്രാഫ്റ്റ് ലോഡിംഗ് എല്ലാം തീർന്നു, ഡോർസ് എല്ലാം തന്നെ ക്ലോസ് ചെയ്ത് പുഷ് ബാക്കിന് വേണ്ടി റെഡി ആവുകയാണ്. പുഷ് ബാക്ക് ചെയ്ത എയർക്രാഫ്റ്റ് റൺവേയിലെത്തി. ക്ലിയറൻസിന് ശേഷം ഏകദേശം 6:51 വൈകിട്ട് 6:51 ടേക്ക് ഓഫ് ചെയ്യുന്നത്. ടേക്ക് ഓഫ് ചെയ്ത് പേർഷ്യൻ ഗൾഫ് ലക്ഷ്യമാക്കിയാണ് ക്ലൈംബ് ചെയ്യുന്നത്. 32,000 അടി ഉയരത്തിൽ ഫ്ലൈ ചെയ്യാനാണ് ATC കൊടുത്തിരിക്കുന്ന നിർദ്ദേശം. അതനുസരിച്ചിട്ട് എയർക്രാഫ്റ്റ് ക്ലൈംബ് ചെയ്തുകൊണ്ട് ഫ്ലൈ ചെയ്യുകയാണ്. അന്ന് എയർക്രാഫ്റ്റ് ഓപ്പറേറ്റ് ചെയ്യുന്നത് അല്ലെങ്കിൽ ഫ്ലൈ ചെയ്യുന്നത് ഫസ്റ്റ് ഓഫീസറാണ്. എയർക്രാഫ്റ്റിൻ്റെ ബാക്കിയുള്ള ATC കമ്മ്യൂണിക്കേഷനും ഇൻസ്ട്രുമെൻറ്റ് മോണിറ്ററിങ്ങും എല്ലാം തന്നെ ചെയ്യുന്നത് ക്യാപ്റ്റനാണ്. ഏകദേശം 11,000 അടി ഉയരത്തിൽ വരെ എയർക്രാഫ്റ്റ് മാനുവലായിട്ടാണ് ഫസ്റ്റ് ഓഫീസർ ഫ്ലൈ ചെയ്തത്. അതിനുശേഷം അദ്ദേഹം ഓട്ടോ പൈലറ്റ് എൻഗേജ് ചെയ്യുകയുണ്ടായി. ഈ ഓട്ടോ പൈലറ്റ് എൻഗേജ് ചെയ്ത് കുറച്ച് സമയം കഴിഞ്ഞപ്പോഴേക്കും ഒരു AC പാക്ക് വർക്ക് ചെയ്യുന്നില്ല എന്നുള്ളൊരു മെസ്സേജ് കോക്പിറ്റിനകത്ത് ഡിസ്പ്ലേ വന്നു. ഇത് വന്ന ഉടനെ തന്നെ ക്യാപ്റ്റൻ ഫസ്റ്റ് ഓഫീസറോട് അത് റീസെറ്റ് ചെയ്യാൻ വേണ്ടി ആവശ്യപ്പെടുകയും ചെയ്തു.
ഫസ്റ്റ് ഓഫീസർ ഉടനെ അത് റീസെറ്റ് ചെയ്തു. പിന്നീട് അത് പ്രോപ്പറായിട്ട് വർക്ക് ചെയ്യാൻ തുടങ്ങി. അങ്ങനെ എയർക്രാഫ്റ്റിൽ യാതൊരു പ്രശ്നങ്ങളുമില്ല. എയർക്രാഫ്റ്റ് വീണ്ടും ഉയർന്ന് ഫ്ലൈ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അല്പസമയത്തിന് ശേഷം കാർഗോ പൊസിഷൻ 4-നും 5-നും അടുത്തായിട്ട്, അതായത് ഈ ഒരു കാർഗോ പൊസിഷൻ 4-5 എന്ന് പറയുന്ന ആ ലൊക്കേഷൻ വരുന്നത് കോക്പിറ്റിന്റെ താഴെ പുറകിലായിട്ടാണ്. അവിടെ ബാറ്ററീസ് ചൂടാകാൻ തുടങ്ങി. ചൂടായ ബാറ്ററി തീ കത്താനും തുടങ്ങി. ഇപ്പം ഇത് എന്ത് ബാറ്ററിയാണ് ചൂടായതെന്നോ ഇത് എങ്ങനെയാണ് ചൂടായതെന്നോ അത് അന്വേഷണ ഉദ്യോഗസ്ഥർക്ക് കണ്ടെത്താൻ സാധിച്ചിട്ടുണ്ടായിരുന്നില്ല. ചിലപ്പോൾ മൊബൈൽ ഫോൺ ബാറ്ററി ആകാം, ചിലപ്പോൾ ലാപ്ടോപ്പ് ബാറ്ററി ആകാം, അല്ലെങ്കിൽ ഇലക്ട്രിക് വെഹിക്കിളിൻ്റെ ബാറ്ററി ആകാം. എന്താണെന്ന് അറിയില്ല, കറക്റ്റായിട്ട് അറിയില്ല. എങ്കിലും ഈ ബാറ്ററീസ് ചൂടാകാൻ തുടങ്ങി. ചൂടായി ഈ ബാറ്ററി കത്താൻ തുടങ്ങി. ഇത് കത്തിയ ഉടനെ തന്നെ കാർഗോ ഹോൾഡിൽ സ്മോക്ക് ഡിറ്റക്ടർ ഈ സ്മോക്ക് ഡിറ്റക്ട് ചെയ്യുകയും പെട്ടെന്ന് ഒരു വാർണിംഗ് കോക്പിറ്റിനകത്ത് വരികയും ചെയ്തു. കോക്പിറ്റിനകത്ത് വന്ന വാർണിംഗ് ഇതുപോലെയായിരുന്നു: ഫോർവേഡ് കാർഗോ മെയിൻ ഡെക്കിലാണ് തീ പിടിച്ചിട്ടുള്ളത് എന്നായിരുന്നു ഈ വാർണിംഗ് വന്നത്. ക്യാപ്റ്റൻ ഉടനെ തന്നെ ഞാൻ കൺട്രോൾ ഏറ്റെടുക്കുകയാണ് എന്ന് പറയുകയും ഫസ്റ്റ് ഓഫീസറുടെ കയ്യിൽ നിന്ന് കൺട്രോൾ ഏറ്റെടുക്കുകയും ചെയ്തു. ഉടനെ തന്നെ ഫസ്റ്റ് ഓഫീസറോട് ചെക്ക് ലിസ്റ്റ് പരിശോധിക്കാൻ പറഞ്ഞു. അതിനുശേഷം അദ്ദേഹം പറഞ്ഞു, ഞാൻ ഈ എയർക്രാഫ്റ്റ് ദുബായിലേക്ക് തന്നെ തിരിച്ച് ഫ്ലൈ ചെയ്യുകയാണ്. അങ്ങനെ വളരെ പെട്ടെന്ന് ATCയെ ക്യാപ്റ്റൻ കോൺടാക്ട് ചെയ്തു. അപ്പോൾ ഈ സമയത്ത് ഇവർ കോൺടാക്ട് ചെയ്തുകൊണ്ടിരിക്കുന്നത് ബഹ്റൈൻ ATC ആണ്. ബഹ്റൈൻ ATCയുടെ ഫ്രീക്വൻസിയാണ് ഇവർ ട്യൂണിങ് ചെയ്തിരിക്കുന്നത്. എന്നാൽ ആ സമയത്ത് ഇവരുടെ ഏറ്റവും അടുത്ത എയർപോർട്ട് ദോഹയാണ്. ദോഹയിലേക്ക് ലാൻഡ് ചെയ്യാൻ വേണ്ടിയാണ് ATC ഇവർക്ക് ആ സമയത്ത് നിർദ്ദേശം നൽകിയത്. കാരണം ദോഹയിലേക്ക് ലാൻഡ് ചെയ്യണമെങ്കിൽ ഏകദേശം 20 മിനിറ്റ് കൊണ്ട് ലാൻഡ് ചെയ്യാൻ സാധിക്കും. എന്നാൽ ദുബായിലേക്കാണെങ്കിൽ ഏകദേശം 25 മിനിറ്റിൽ കൂടുതൽ എടുക്കും. അപ്പോൾ ആ 5 മിനിറ്റ് സേവ് ചെയ്യാം, അല്ലെങ്കിൽ ദോഹ ഏറ്റവും അടുത്തായതുകൊണ്ട് മാത്രമാണ് ATC അങ്ങോട്ട് പെട്ടെന്ന് ലാൻഡ് ചെയ്യാൻ വേണ്ടി നിർദ്ദേശം നൽകിയത്. എന്നാൽ ക്യാപ്റ്റൻ തിരിച്ച് ദുബായിലേക്ക് തന്നെ വരാനായിരുന്നു പ്രിഫർ ചെയ്തത്. അതിൻ്റെ പ്രധാനപ്പെട്ട കാരണം ദോഹയിലേക്കുള്ള ചാർട്ട് അല്ലെങ്കിൽ അറൈവൽ ചാർട്ട് ക്യാപ്റ്റൻ്റെ കയ്യിൽ ഹാൻഡ് ചെയ്തിട്ടില്ല. അദ്ദേഹത്തിന് അതറിയില്ല. ദോഹ എന്ന എയർപോർട്ട് അദ്ദേഹത്തിന് ഫെമിലിയർ അല്ല. എന്നാൽ ദുബായ് എന്ന എയർപോർട്ട് അദ്ദേഹം ഫെമിലിയർ ആണ്. അത് മാത്രമല്ല അവിടെ നിന്നാണ് ടേക്ക് ഓഫ് ചെയ്തത്. അതുകൊണ്ട് അങ്ങോട്ട് തിരിച്ചു പോകാൻ തന്നെയാണ് ക്യാപ്റ്റൻ പ്രിഫർ ചെയ്തത്. എന്നാൽ ഈ തീരുമാനം വളരെ തെറ്റായിരുന്നുവെന്ന് പിന്നീട് വരുന്ന സിറ്റുവേഷൻസിൽ നിങ്ങൾക്ക് മനസ്സിലാവും. അങ്ങനെ ക്യാപ്റ്റൻ എയർക്രാഫ്റ്റ് തിരിച്ച് ദുബായിലേക്ക് ലാൻഡ് ചെയ്യാൻ വേണ്ടിയിട്ട് തങ്ങൾക്ക് എയർക്രാഫ്റ്റ് ഡിസെൻഡ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള പെർമിഷൻ ATCയോട് ചോദിക്കുകയുണ്ടായി. അപ്പോൾ സാധാരണ രീതിയിൽ ബോയിങ് 747 വിമാനത്തിൻ്റെ ചെക്ക് ലിസ്റ്റ് അനുസരിച്ചിട്ട് 25,000 അടി ഉയരത്തിലേക്കായിരിക്കണം ഇവർ ഡിസെൻഡ് ചെയ്യേണ്ടത്. ആ ഉയരത്തിലായിരിക്കണം ഇവർ കുറച്ച് സമയം ഫ്ലൈ ചെയ്യേണ്ടത്. എന്നാൽ തങ്ങൾക്ക് 10,000 അടി ഉയരത്തിലേക്ക് ഡിസെൻഡ് ചെയ്യണമെന്നാണ് ക്യാപ്റ്റൻ ആ സമയത്ത് ആവശ്യപ്പെട്ടത്. എന്നാൽ എന്തുകൊണ്ടാണ് അദ്ദേഹം ഈ 10,000 അടി സെലക്ട് ചെയ്തത് എന്ന് പിന്നീട് അന്വേഷണ ഉദ്യോഗസ്ഥർക്ക് മനസ്സിലാക്കാൻ സാധിച്ചില്ല. 2 പൈലറ്റ്സും വളരെ പെട്ടെന്ന് തന്നെ ഓക്സിജൻ മാസ്ക് ധരിച്ചു. ഫസ്റ്റ് ഓഫീസർ അപ്പോഴും ചെക്ക് ലിസ്റ്റ് പരിശോധിച്ചുകൊണ്ടിരിക്കുകയാണ്. ആ ചെക്ക് ലിസ്റ്റിൽ പറയുന്ന ഓരോരോ കാര്യങ്ങളായിട്ട് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഈ കോക്പിറ്റിനകത്തുള്ള ഓക്സിജൻ മാസ്കിന് ഒരു പ്രത്യേകതയുണ്ട്. അതിൽ 3 മോഡ് സെലക്ട് ചെയ്യാൻ സാധിക്കും. അതിൽ ആദ്യത്തേത് മിക്സ് എന്നുള്ള മോഡാണ്, രണ്ടാമത്തേത് 100% ആണ്, മൂന്നാമത്തേത് എമർജൻസി ആണ്. ഈ മിക്സ് എന്നുള്ളൊരു മോഡ് സെറ്റ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ എയർക്രാഫ്റ്റിന് അകത്തുള്ള എയറും അത് മാത്രമല്ല ഈ ഓക്സിജൻ മാസ്കിനകത്തുകൂടെ വരുന്ന എയറും കൂടെ മിക്സ് ആയിട്ടായിരിക്കും ശ്വസിക്കാൻ സാധിക്കുക. എന്നാൽ 100% സെലക്ട് ചെയ്യുന്നത് എങ്കിൽ 100% ഈ മാസ്കിനകത്തുള്ള എയർ മാത്രമേ ലഭിക്കുകയുള്ളൂ. ആ എയർ ഒരിക്കലും കോക്പിറ്റിനകത്തുള്ള അല്ലെങ്കിൽ എയർക്രാഫ്റ്റിനകത്തുള്ള എയർ ആയിട്ട് മിക്സ് ആവില്ല. എമർജൻസി ആണെന്നുണ്ടെങ്കിൽ കണ്ടിന്യൂസ് ഫ്ലോ ആയിരിക്കും. എമർജൻസി കൂടുതൽ സമയത്തും സെലക്ട് ചെയ്യുന്നത് ഏതെങ്കിലും രീതിയിലുള്ള ഇൻകപ്പാസിറ്റേഷൻ സംഭവിക്കുന്ന സമയത്താണ്. ക്യാപ്റ്റൻ 100% എന്നുള്ള മോഡ് സെലക്ട് ചെയ്ത സമയത്ത് ഫസ്റ്റ് ഓഫീസർ സെലക്ട് ചെയ്തത് മിക്സ് എന്നുള്ള മോഡായിരുന്നു. അതുകൊണ്ട് തന്നെ ഫസ്റ്റ് ഓഫീസറിന് മിക്സ് ആയിട്ടുള്ള എയർ ആയിരുന്നു ഇതിനകത്തൂടെ ലഭിച്ചുകൊണ്ടിരുന്നത്. ഈ ബോയിങ് 747-400 വിമാനത്തിന് മെയിൻ ഡെക്കിൽ ആക്റ്റീവായിട്ടുള്ള ഫയർ സപ്രസിംഗ് സിസ്റ്റംസ് ഒന്നും തന്നെ ഇല്ല. അതുകൊണ്ട് തന്നെ പൈലറ്റ്സിന് കാർഗോ ഏരിയയിലെ ഓക്സിജൻ ഫ്ലോ കട്ട് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് എയർക്രാഫ്റ്റിൻ്റെ ആ ഭാഗം ഡീപ്രഷറൈസ് ചെയ്യണം. എയർക്രാഫ്റ്റിൻ്റെ പാക്ക് നമ്പർ 2, 3 അവർക്ക് ഡിസ്കണക്ട് ചെയ്യണം, അല്ലെങ്കിൽ ഓഫ് ചെയ്താൽ മാത്രമാണ് ഇത് അവർക്ക് ചെയ്യാൻ സാധിക്കുകയുള്ളൂ. അങ്ങനെ 2, 3 ഓഫ് ചെയ്തതിന് കുഴപ്പമൊന്നുമില്ല. പക്ഷേ ആ സമയത്ത് പാക്ക് നമ്പർ 1 എപ്പോഴും വർക്കിംഗ് ആയിരിക്കണം. അങ്ങനെ ഫസ്റ്റ് ഓഫീസർ ഉടനെ തന്നെ എയർക്രാഫ്റ്റിൻ്റെ ചെക്ക് ലിസ്റ്റ് പരിശോധിക്കുകയും ഈ രണ്ടാമത്തെയും മൂന്നാമത്തെയും AC പാക്ക് ഓഫ് ചെയ്യുകയും ചെയ്തു. ഈ സമയത്ത് എയർക്രാഫ്റ്റിൻ്റെ AC പാക്ക് നമ്പർ 1 വർക്ക് ചെയ്യുന്നുണ്ടായിരുന്നു. എന്നാൽ കുറച്ച് സെക്കൻഡുകൾക്ക് ശേഷം AC പാക്ക് നമ്പർ 1 വർക്ക് ചെയ്യാതെയായി. ഇതിനെ പറ്റിയിട്ടുള്ള ഒരു ഫോൾട്ട് മെസ്സേജ് എയർക്രാഫ്റ്റിൻ്റെ കോക്പിറ്റിനകത്ത് വരികയും ചെയ്തു. എന്നാൽ ഈ സമയത്ത് വളരെ തിരക്കിലായിരുന്ന പൈലറ്റ്സ് ഇത് ശ്രദ്ധിക്കുകയുണ്ടായിരുന്നില്ല. അങ്ങനെ ഈ 3 പാക്കും 3 AC പാക്കും വർക്ക് ചെയ്യുന്നില്ല എന്നുള്ള കാര്യം അവർക്ക് ആ സമയത്ത് മനസ്സിലായിട്ടുണ്ടായിരുന്നില്ല. അതുകൊണ്ട് തന്നെ ഈ സ്മോക്ക് എയർക്രാഫ്റ്റിൻ്റെ കോക്പിറ്റിനകത്ത് വരുന്നത് തടയുന്നതിന് വേണ്ടി ആ സമയത്ത് യാതൊരു സംവിധാനവും ഇല്ലായിരുന്നു. അങ്ങനെ വളരെ പതിയെ എയർക്രാഫ്റ്റിൻ്റെ കോക്പിറ്റിനകത്തേക്ക് ഈ പുക കടക്കാൻ തുടങ്ങി. നേരത്തെ ക്യാപ്റ്റൻ പരിശോധിച്ച സമയത്ത് എയർക്രാഫ്റ്റിൻ്റെ എലിവേറ്റേഴ്സ് പോലും റെസ്പോണ്ട് ചെയ്യുന്നുണ്ടായിരുന്നില്ല. അങ്ങനെയാണ് ക്യാപ്റ്റൻ വളരെ പെട്ടെന്ന് ഓട്ടോ പൈലറ്റ് എൻഗേജ് ചെയ്യുന്നത്. ഈ ഓട്ടോ പൈലറ്റ് എൻഗേജ് ചെയ്ത് കഴിഞ്ഞതും അത് എയർക്രാഫ്റ്റ് ഫ്ലൈ ചെയ്യാൻ തുടങ്ങി. ബോയിങ് 747-400 വിമാനത്തിൽ ഓട്ടോ പൈലറ്റ് കൺട്രോൾ കേബിൾ ഉപയോഗിച്ചല്ല എലിവേറ്റേഴ്സ് മൂവ് ചെയ്യുന്നത്. അതിന് പകരം എയർക്രാഫ്റ്റിൻ്റെ പുറകിലുള്ള ഹൈഡ്രോളിക് ക്വാഡ്രന്റ് എന്നൊരു സിസ്റ്റത്തിലേക്ക് ഇലക്ട്രിക് സിഗ്നൽ അയക്കുകയാണ് ചെയ്യുന്നത്.
ഈ സിഗ്നൽസ് ക്യാരി ചെയ്യുന്ന കേബിളിന് ഹീറ്റിനെ കൂടുതൽ ടോളറേറ്റ് ചെയ്യാൻ സാധിക്കും. അതുകൊണ്ട് തന്നെ ഓട്ടോ പൈലറ്റ് പ്രോപ്പറായിട്ട് വർക്ക് ചെയ്യുകയും ഈ എയർക്രാഫ്റ്റിൻ്റെ ക്രാഷ് വരെ ഈ ഓട്ടോ പൈലറ്റ് വർക്ക് ചെയ്യുകയും ചെയ്തിരുന്നു. ഓട്ടോ പൈലറ്റ് എൻഗേജ് ചെയ്തത് കൊണ്ട് തന്നെ എയർക്രാഫ്റ്റിന് ഓട്ടോ ലാൻഡ് ചെയ്യാൻ സാധിക്കും. അതിന് വേണ്ടിയുള്ള ഡീറ്റെയിൽസ് ഈ ഫ്ലൈറ്റ് മാനേജ്മെൻറ്റ് സിസ്റ്റത്തിൽ എൻട്രി ചെയ്ത് കൊടുത്താൽ മാത്രം മതി. അപ്പോൾ അത് എൻട്രി ചെയ്ത് കൊടുക്കാനാണ് ക്യാപ്റ്റൻ ഫസ്റ്റ് ഓഫീസറോട് ആവശ്യപ്പെട്ടത്. എന്നാൽ അദ്ദേഹത്തിന് ചെയ്യാൻ സാധിക്കുമായിരുന്നില്ല. കാരണം സിസ്റ്റംസ് പോലും അദ്ദേഹത്തിന് ആ സമയത്ത് കനത്ത പുക മൂലം കാണാൻ സാധിക്കുന്നില്ല. ഈ ദുബായ് എയർപോർട്ടിൽ റൺവേ നമ്പർ 1-2 ലാൻഡ് ചെയ്യാം എന്നാണ് ക്യാപ്റ്റൻ തീരുമാനിച്ചത്. അതനുസരിച്ചുകൊണ്ടാണ് അദ്ദേഹം എയർക്രാഫ്റ്റ് ആ സമയത്ത് ഫ്ലൈ ചെയ്യുന്നത്. അങ്ങനെ വളരെ കഷ്ടപ്പെട്ട് ഫസ്റ്റ് ഓഫീസർ എങ്ങനെയെങ്കിലും ഈ ഫ്രീക്വൻസിയും ഈ ഡീറ്റെയിൽസും എല്ലാം തന്നെ എയർക്രാഫ്റ്റിൻ്റെ FMS സിസ്റ്റത്തിൽ എൻട്രി ചെയ്ത് കൊടുക്കുകയുണ്ടായി. എങ്കിലും വലിയൊരു ചോദ്യം പിന്നീടും അവശേഷിക്കുന്നുണ്ടായിരുന്നു. കാരണം എയർക്രാഫ്റ്റ് എങ്ങനെയാണ് ഈ ഒരു ILS എന്ന് പറയുന്ന സിസ്റ്റത്തിലേക്ക് അലൈൻ ചെയ്യുന്നത്? കാരണം ഇവർക്കൊന്നും തന്നെ കാണാൻ സാധിക്കുന്നുണ്ടായിരുന്നില്ല ആ സമയത്ത്. അപ്പോൾ അങ്ങനെ എയർക്രാഫ്റ്റ് എങ്ങനെയെങ്കിലും ഫ്ലൈ ചെയ്ത് താഴേക്ക് ഡിസെൻഡ് ചെയ്ത് കൊണ്ടുവരികയാണ് ക്യാപ്റ്റൻ. ഈ സമയത്താണ് ക്യാപ്റ്റൻ്റെ ഓക്സിജൻ മാസ്കിൻ്റെ ഓക്സിജൻ്റെ ഫ്ലോ തീർന്നു പോകുന്നതും അദ്ദേഹത്തിന് ശ്വസിക്കാൻ സാധിക്കാതെ വരുന്നതും. ഈ കോക്പിറ്റ് ക്രൂവിൻ്റെ ഓക്സിജൻ മാസ്കിന് പ്രത്യേകതയുണ്ട്. സാധാരണ പാസഞ്ചേഴ്സിൻ്റെ ഓക്സിജൻ മാസ്ക് പോലെയല്ല. അതിൽ ഏകദേശം 2 മണിക്കൂറിൽ കൂടുതൽ ഫ്ലോ ഉണ്ടാവാറുണ്ട്. എന്നാൽ ഈ ക്യാപ്റ്റൻ്റെ ഓക്സിജൻ മാസ്കിൻ്റെ കണക്ടറിന് തീ പിടിക്കുകയും അത് ഫെയിൽ ആവുകയും ചെയ്തു. അതുകൊണ്ടാണ് അദ്ദേഹത്തിന് ഓക്സിജൻ്റെ ഫ്ലോ ലഭിക്കാതെ വരികയും അദ്ദേഹത്തിന് ശ്വസിക്കാൻ പറ്റാതെ ആവുകയും ചെയ്തത്. ഒരു സ്റ്റാൻഡ് ബൈ ഓക്സിജൻ മാസ്ക് എയർക്രാഫ്റ്റിലുണ്ട്. അത് ക്യാപ്റ്റൻ ഇരിക്കുന്നതിൻ്റെ തൊട്ട് പുറകിലായിട്ടാണുള്ളത്. ഇത് എടുക്കണം എന്നുണ്ടെങ്കിൽ ക്യാപ്റ്റന് സ്വന്തം സീറ്റിൽ നിന്ന് എഴുന്നേറ്റിട്ട് ഈ ഉള്ള ഓക്സിജൻ മാസ്ക് ഡിസ്കണക്ട് ചെയ്യണം. സ്മോക്ക് ഗോഗിൾസ് എല്ലാം തന്നെ അദ്ദേഹത്തിന് ഊരി മാറ്റുകയും വേണം. അതുകൊണ്ട് അദ്ദേഹം വളരെ പെട്ടെന്ന് ഫസ്റ്റ് ഓഫീസറോട് തനിക്ക് ഈ ഓക്സിജൻ മാസ്ക് എടുത്തു തരാൻ വേണ്ടി ആവശ്യപ്പെട്ടു. എന്നാൽ ഫസ്റ്റ് ഓഫീസറിന് ആദ്യമേ തന്നെ വളരെ എക്സ്പീരിയൻസ് കുറവാണ് ഈ വിമാനത്തിൽ. അതുകൊണ്ട് തന്നെ ഈ സ്റ്റാൻഡ് ബൈ മാസ്ക് എവിടെയാണ് ഇരിക്കുന്നത് എന്ന് അദ്ദേഹത്തിന് അറിയില്ലായിരുന്നു. ഈ ട്രെയിനിങ് എല്ലാം കൊടുക്കുന്നതാണ് ഈ ഓക്സിജൻ മാസ്കിൻ്റെ പ്രവർത്തനത്തെ പറ്റിയിട്ടും ഇതിൻ്റെ ലൊക്കേഷനെ പറ്റിയിട്ടും. എങ്കിൽ പോലും ആ സമയത്ത് ഫസ്റ്റ് ഓഫീസർ മറന്നു പോയിരുന്നു ഈ മാസ്ക് എവിടെയാണ് ഇരിക്കുന്നത് എന്നുള്ളത്. അതുകൊണ്ട് ക്യാപ്റ്റൻ തന്നെ സ്വന്തം സീറ്റിൽ നിന്ന് എഴുന്നേൽക്കുകയും ഈ മാസ്ക് എടുക്കാൻ വേണ്ടി പുറകിലേക്ക് വരികയും ചെയ്തു. എന്നാൽ ഈ സമയത്ത് സ്വന്തം മാസ്ക് ഊരി മാറ്റിയത് കൊണ്ട് തന്നെ വളരെ ടോക്സിക് ആയിട്ടുള്ള ഈ പുക അദ്ദേഹം ശ്വസിക്കുകയും വളരെ പെട്ടെന്ന് ബോധരഹിതനായി പോവുകയും ചെയ്തു. അദ്ദേഹത്തെ ഉണർത്താൻ വേണ്ടി ഫസ്റ്റ് ഓഫീസർ ശ്രമിച്ചെങ്കിൽ പോലും സാധിച്ചില്ല. കാരണം അദ്ദേഹത്തിൻ്റെ ബോധം നശിച്ചു പോയിരുന്നു. അങ്ങനെ ഈ എയർക്രാഫ്റ്റിൻ്റെ കോക്പിറ്റിലാകെ ശേഷിച്ചത് ഒരു ഫസ്റ്റ് ഓഫീസർ മാത്രമാണ്. അതും വെറും 77 മണിക്കൂർ എക്സ്പീരിയൻസ് മാത്രമുള്ള ഫസ്റ്റ് ഓഫീസർ. അദ്ദേഹത്തിനാണെന്നുണ്ടെങ്കിൽ കനത്ത പുക മൂലം യാതൊരു സിസ്റ്റംസും കാണാൻ സാധിക്കുന്നുണ്ടായിരുന്നില്ല. ATC ആയിട്ട് കോൺടാക്ട് ചെയ്യുന്ന സമയത്ത് പോലും അദ്ദേഹത്തിന് എന്ത് ചെയ്യണമെന്ന് അറിയില്ല. കാരണം അദ്ദേഹത്തിൻ്റെ ഓൾട്ടിറ്റ്യൂഡ് എന്താണെന്നോ സ്പീഡ് എന്താണെന്നോ ഒന്നും തന്നെ ഫസ്റ്റ് ഓഫീസർക്ക് അറിയില്ല. അങ്ങനെ ATC ആയിട്ട് കോൺടാക്ട് ചെയ്ത സമയത്ത് ദുബായ് ATC ഫ്രീക്വൻസിയിലേക്ക് ട്യൂണിൻ ചെയ്യാനാണ് ബഹ്റൈൻ ATC ആ സമയത്ത് ആവശ്യപ്പെട്ടത്. കാരണം ബഹ്റൈൻ ATCയുടെ പരിധിക്ക് പുറത്തായിരുന്നു ആ സമയത്ത് എയർക്രാഫ്റ്റ് ഫ്ലൈ ചെയ്തുകൊണ്ടിരുന്നത്. അങ്ങനെ ഈ ATCയിലേക്ക് ട്യൂൺ ചെയ്യുന്നതിന് വേണ്ടിയിട്ട് പോലും ഈ ഫസ്റ്റ് ഓഫീസറിന് സാധിക്കുന്നുണ്ടായിരുന്നില്ല. ബഹ്റൈൻ ATC ഉടനെ തന്നെ ദുബായ് ATC ആയിട്ട് കോൺടാക്ട് ചെയ്തു. UPS ഫ്ലൈറ്റ് നമ്പർ 6 എന്ന എയർക്രാഫ്റ്റിന് എന്താണ് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് എന്ന ഡീറ്റെയിൽ ആയിട്ട് ഇൻഫർമേഷൻ കൊടുക്കുകയും ചെയ്തു. അങ്ങനെ ഈ 2 ATCയും കൂടിയിട്ട് ഈ UPS എയർലൈൻസിൻ്റെ അടുത്തുകൂടി ഫ്ലൈ ചെയ്യുന്ന മറ്റ് എയർക്രാഫ്റ്റുമായി ബന്ധപ്പെടുകയും അവർ ത്രൂ ഈ എയർക്രാഫ്റ്റായിട്ട് കോൺടാക്ട് ചെയ്യാൻ ശ്രമിക്കുകയും ചെയ്തു. പക്ഷേ അതുകൊണ്ടൊന്നും തന്നെ അവർ കൊടുക്കുന്ന ഇൻഫർമേഷൻ പ്രോപ്പർ ആയിരുന്നെങ്കിൽ പോലും ഈ 3-വേ കമ്മ്യൂണിക്കേഷൻ വെച്ചുകൊണ്ട് ഒരിക്കലും ഫസ്റ്റ് ഓഫീസറിന് എയർക്രാഫ്റ്റ് ലാൻഡ് ചെയ്യാൻ സാധിക്കുമായിരുന്നില്ല. എയർക്രാഫ്റ്റ് ILS സിസ്റ്റത്തിൻ്റെ ആ പരിധിയിൽ എത്തിയെങ്കിൽ പോലും അപ്രോച്ച് മോഡ് എന്നത് ഓട്ടോ പൈലറ്റിൽ ഓൺ ചെയ്യാത്തത് കൊണ്ട് തന്നെ ആ സിഗ്നൽ അതിന് പിടിച്ചെടുക്കാൻ സാധിച്ചില്ല. എയർക്രാഫ്റ്റ് പിന്നീടും ദുബായ് എയർപോർട്ടിന് മുകളിലൂടെ ഫ്ലൈ ചെയ്ത് പോവുകയാണ് ചെയ്തത്. എന്നാൽ ആ സമയത്ത് ദുബായ് ATC ഷാർജ എയർപോർട്ടിലേക്ക് ലാൻഡ് ചെയ്യാനുള്ള ഒരു ഓപ്ഷൻ ഫസ്റ്റ് ഓഫീസറിന് കൊടുക്കുകയുണ്ടായി. എന്നാൽ ഫസ്റ്റ് ഓഫീസർ അത് അക്സെപ്റ്റ് ചെയ്തില്ല. അദ്ദേഹത്തിന് ദുബായ് എയർപോർട്ടിൽ തന്നെ ലാൻഡ് ചെയ്യണമായിരുന്നു. അങ്ങനെ പിന്നീടും അദ്ദേഹം ദുബായ് എയർപോർട്ടിലേക്ക് ലാൻഡ് ചെയ്യാൻ വേണ്ടി ശ്രമിക്കുകയായിരുന്നു. പക്ഷേ ഈ സമയത്ത് അദ്ദേഹം ശ്രദ്ധിച്ചപ്പോൾ ഈ അപ്രോച്ച് മോഡ് സെലക്ട് ചെയ്തിട്ടില്ലെന്ന് അദ്ദേഹത്തിന് മനസ്സിലായി. അത് സെലക്ട് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ എയർക്രാഫ്റ്റ് ഓട്ടോ പൈലറ്റിലായതുകൊണ്ട് തന്നെ ഓട്ടോ ലാൻഡ് ചെയ്യാൻ സാധിക്കും. അദ്ദേഹം അത് വളരെ പെട്ടെന്ന് സെലക്ട് ചെയ്തു. എന്നാൽ വളരെയധികം വൈകിപ്പോയിരുന്നു ഈ സമയമായപ്പോഴേക്കും. കാരണം കൺട്രോൾസ് എല്ലാം തന്നെ നഷ്ടപ്പെട്ടു. ലാൻഡിംഗ് ഗിയർ വർക്ക് ചെയ്യുന്നില്ല, ഒരുപാട് കൺട്രോൾസ് വർക്ക് ചെയ്യുന്നില്ല. താൻ ഫ്ലൈ ചെയ്യുന്ന ഓൾട്ടിറ്റ്യൂഡോ സ്പീഡോ ഒന്നും തന്നെ അറിയാതെ ഫസ്റ്റ് ഓഫീസർ ഓട്ടോ പൈലറ്റ് ഡിസെൻഗേജ് ചെയ്യുകയും ചെയ്തു. അത്രയും സമയം ഓട്ടോ പൈലറ്റ് ഓൺ ആയിരുന്നത് കൊണ്ട് മാത്രമാണ് എയർക്രാഫ്റ്റ് എങ്ങനെയെങ്കിലും ഫ്ലൈ ചെയ്തുകൊണ്ടിരുന്നത്. എന്നാൽ അത് ഓഫാക്കി ഉടനെ തന്നെ എയർക്രാഫ്റ്റ് വളരെ പെട്ടെന്ന് പിച്ച് ഡൗൺ ചെയ്യാൻ തുടങ്ങി. എയർക്രാഫ്റ്റ് തിരിച്ച് കൺട്രോൾ ചെയ്യാനും തിരിച്ച് മുകളിലേക്ക് ഉയർത്താനുമുള്ള പൈലറ്റിൻ്റെ ശ്രമം പരാജയപ്പെടുകയും എയർക്രാഫ്റ്റ് വളരെ പെട്ടെന്ന് ദുബായ് എയർപോർട്ട് കഴിഞ്ഞിട്ടുള്ള ഒരു മരുഭൂമിയിൽ ചെന്നിരിക്കുകയുമായിരുന്നു. വളരെ കുത്തിനും താഴെ പതിച്ച എയർക്രാഫ്റ്റിൽ നിന്നും പൈലറ്റിന് രക്ഷപ്പെടാൻ സാധിച്ചില്ല. ഈ ഇമ്പാക്റ്റിലായിരുന്നു ഫസ്റ്റ് ഓഫീസർ മരണപ്പെട്ടത്. എന്നാൽ ഈ ഇമ്പാക്റ്റിന് മുൻപ് തന്നെ ക്യാപ്റ്റൻ മരണപ്പെട്ടിരുന്നു. ഈ എയർക്രാഫ്റ്റ് ലാൻഡ് ചെയ്തതിന് ശേഷം, അത് ക്രാഷ് ലാൻഡ് ചെയ്തതിന് ശേഷം ഏകദേശം 650 മീറ്ററോളം നിരങ്ങി നീങ്ങുകയും ഇതിന് കത്ത് പിടിക്കുകയും ചെയ്തു. എയർപോർട്ടിലെ ഫയർ ട്രക്സ് എല്ലാം തന്നെ വളരെ പെട്ടെന്ന് അങ്ങോട്ട് എത്തിയെങ്കിൽ പോലും അവർക്ക് 2 പൈലറ്റ്സിനെയും രക്ഷപ്പെടുത്താൻ സാധിച്ചില്ല. അത് മാത്രമല്ല എയർക്രാഫ്റ്റ്
പൂർണ്ണമായും കത്തി നശിച്ചു പോവുകയും ചെയ്തിരുന്നു. ഈ എയർക്രാഫ്റ്റിൻ്റെ ഇൻവെസ്റ്റിഗേഷൻ ആരംഭിച്ച സമയത്ത് ഒരുപാട് സമയം എടുത്തുകൊണ്ടാണ് ഈ റിപ്പോർട്ട് സബ്മിറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഇൻവെസ്റ്റിഗേഷൻ ഉദ്യോഗസ്ഥർക്ക് സാധിച്ചത്. ഈ എയർക്രാഫ്റ്റിൻ്റെ ക്രാഷിൻ്റെ പ്രധാനപ്പെട്ട കാരണം ലിഥിയം ബാറ്ററീസ് ആണ് എന്നുള്ളൊരു നിഗമനത്തിൽ എത്തുകയായിരുന്നു അവർ പിന്നീട് ചെയ്തത്. എങ്കിൽ പോലും എന്ത് രീതിയിലുള്ള എന്ത് ടൈപ്പ് ബാറ്ററിയാണ് കത്തിപ്പിടിച്ചതെന്നോ അതെങ്ങനെയാണ് ചൂടായതെന്നോ അവർക്ക് കണ്ടെത്താൻ സാധിച്ചില്ല. അതുമാത്രമല്ല, ഇത്രയും ലിഥിയം ബാറ്ററീസ് എങ്ങനെയാണ് എയർക്രാഫ്റ്റ് ക്യാരി ചെയ്തത് എന്നുള്ളതിൻ്റെ പ്രോപ്പറായിട്ടുള്ള ഇൻഫർമേഷൻ ഒന്നും തന്നെ അതിനകത്തുണ്ടായിരുന്നില്ല. ലേബലിംഗ് ചെയ്തിട്ടുണ്ടായിരുന്നില്ല, പ്രോപ്പറായിട്ട് മാർക്ക് ചെയ്തിട്ടുണ്ടായിരുന്നില്ല, എത്ര വെയിറ്റ് ഉണ്ടായിരുന്നു എന്ന് പോലും പ്രോപ്പറായിട്ട് അവർക്ക് അറിയുമായിരുന്നില്ല. കൂടാതെ എയർക്രാഫ്റ്റിൻ്റെ മെയിൻ ഡെക്കിൽ തീ കെടുത്തുന്നതിന് വേണ്ടിയിട്ടുള്ള ഫയർ എക്സ്റ്റിംഗ്വിഷൻ സിസ്റ്റംസ് ഒന്നും തന്നെ ഇഫക്റ്റീവ് ആയിരുന്നില്ല. ചെക്ക് ലിസ്റ്റിൽ പല പ്രധാനപ്പെട്ട പോയിന്റ്സും മിസ്സിംഗ് ആയിരുന്നു. അതുകൂടാതെ ക്യാപ്റ്റൻ്റെ വലിയൊരു തീരുമാനം ദോഹയിൽ ലാൻഡ് ചെയ്യുന്നതിന് പകരം ദുബായിൽ തന്നെ ലാൻഡ് ചെയ്യാം എന്നുള്ള തീരുമാനമായിരുന്നു ഇതിൽ വളരെ ഫേറ്റലായി മാറിയത്. ചിലപ്പോൾ ദോഹയിൽ ലാൻഡ് ചെയ്തിരുന്നെങ്കിൽ ഒരു പക്ഷേ അവർക്ക് രക്ഷപ്പെടാൻ സാധിക്കുമായിരുന്നു. 2011 ഏഷ്യാന എയർലൈൻസിൻ്റെ ബോയിങ് 747 ഫ്ലൈറ്റർ വിമാനത്തിന് ഇതേ രീതിയിലുള്ള അപകടം സംഭവിച്ചിരുന്നു. അതിനുശേഷമാണ് ലിഥിയം ബാറ്ററീസ് ക്യാരി ചെയ്യുന്നത് എത്ര അപകടകരമാണ് എന്നുള്ള ഒരു കണ്ടെത്തൽ ഫെഡറൽ ഏവിയേഷൻ അഡ്മിനിസ്ട്രേഷൻ നടത്തിയത്. അതിനുശേഷമാണ് ഇപ്പോൾ നിങ്ങൾ യൂസ് ചെയ്യുന്ന ബാറ്ററീസ് എല്ലാം തന്നെ ഫ്ലൈറ്റിൽ കൊണ്ടുപോകുന്നതിന് വേണ്ടിയിട്ട് റെസ്ട്രിക്ഷൻസ് വന്നു തുടങ്ങിയത്. ഈ 2 അപകടത്തിന് ശേഷമാണ് ലിഥിയം ബാറ്ററീസ് കൊണ്ടുപോകുന്നതിനുള്ള റെസ്ട്രിക്ഷൻ വന്നതും അതിപ്പോൾ വളരെ ലിമിറ്റഡ് ആയിട്ടുള്ള ക്വാണ്ടിറ്റീസിൽ മാത്രമാണ് കൊണ്ടുപോകാൻ പാടുള്ളൂ എന്നുള്ളൊരു നിയമം എല്ലാ എയർലൈൻസും പാലിക്കുകയും ചെയ്യുന്നത്. ഇപ്പം നിങ്ങൾ തന്നെ നോക്കി അറിയാം, നിങ്ങളുടെ മൊബൈൽ ഫോൺ ആണെന്നുണ്ടെങ്കിലും പവർ ബാങ്ക് ആണെന്നുണ്ടെങ്കിലും അതൊരിക്കലും കാർഗോയിൽ കൊണ്ടുപോകാനോ ചെക്ക് ഇൻ ബാഗിൽ കൊണ്ടുപോകാനോ വേണ്ടി എയർലൈൻ സമ്മതിക്കാറില്ല. അതിന് പകരം നിങ്ങളുടെ കയ്യിൽ കൊണ്ടുപോകണം, ക്യാബിൻ ബാഗേജിൽ കൊണ്ടുപോകണം എന്നാണ് അവർ പറയുന്നത്. കാരണം ക്യാബിൻ ബാഗേജിൽ കൊണ്ടുപോകുന്ന സമയത്ത് തീ ഉണ്ടായാൽ പോലും അത് ക്യാബിൻ ക്രൂവിന് ഫൈറ്റ് ചെയ്യാനും അത് എക്സ്റ്റിംഗ്വിഷ് ചെയ്യാനും സാധിക്കും. ഒരിക്കലും കാർഗോയിൽ ഉണ്ടായിട്ടുണ്ടെങ്കിൽ അത് നമ്മൾ കണ്ടുപിടിക്കുന്നതിന് മുൻപ് തന്നെ ചിലപ്പോൾ ഒരു അപകടം സംഭവിച്ചെന്നിരിക്കാം. അപ്പോൾ ഇത്രയും അധികം ലിഥിയം ബാറ്ററീസ് ക്യാരി ചെയ്തതായിരുന്നു, ഒരു റെസ്ട്രിക്ഷനും ഇല്ലാതെ ക്യാരി ചെയ്തതായിരുന്നു ഈ UPS ഫ്ലൈറ്റ് നമ്പർ 6 എന്ന അപകടത്തിന് കാരണം. അപ്പോൾ ഇതായിരുന്നു ഇന്നത്തെ വീഡിയോ. ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇൻഫോർമേറ്റീവ് ആയിരുന്നു വിചാരിക്കുന്നു. അടുത്തൊരു വീഡിയോയുമായി കാണാം. താങ്ക് യു സോ മച്ച്. ബൈ.